പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനത്തിൽ നോക്കിയേ, അടുത്ത ചൊവ്വാഴ്ച ഈ സമയത്ത് നമ്മുടെ നോമ്പ് തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ചയാണ് നമ്മുടെ വിഭൂതി നോമ്പ് ശരിക്കും ആരംഭിച്ചു. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ഒരു 50 നോമ്പിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കൂടെ കുമ്പസാരിക്കാനും വാർഷിക ധ്യാനത്തിൽ ഇടവപ്പള്ളിയിൽ വാർഷിക ധ്യാനത്തിൽ മുഴുവൻ സമയം പങ്കെടുക്കാനൊക്കെ ആയിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് അപ്പസ്തോല പ്രവർത്തനം 16:31. അവിടെ വചനം പറയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പുതിയ വീട് പണിയുമ്പോൾ അവരാദ്യം ചെയ്തിരുന്ന കാര്യം ഒരു ചെറിയൊരു ബോർഡ്, അതിൽ ഈ വചനങ്ങൾ ഇടുമായിരുന്നു പണ്ടത്തെ. ഇപ്പോൾ പിന്നെ അത് ഫാഷനൊക്കെ ആയിട്ട് പലരും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഒരു വചനമാണല്ലേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബം. അപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ്. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നതെന്ന് ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് ശരിക്കും ഇവിടെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് എൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് യേശു എന്ന് ആ ഒരു ബോധ്യമില്ലേ, അത് ഉള്ളിൽ നിന്ന് വരേണ്ട പരിശുദ്ധാത്മാവ് നമ്മെ ജ്വലിപ്പിക്കുമ്പോൾ അല്ലേ നമുക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണത്. ആ ഒരു അങ്ങനെയുള്ള കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബം രക്ഷപ്പെട്ട് കഴിഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്നതിൻ്റെയൊക്കെ കാരണം എന്താ? എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമില്ലാത്തതല്ലേ. ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില തർക്കങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഒരു 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 അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ അസ്വസ്ഥപ്പെടാനും നിരാശപ്പെടാനും കാരണം എന്താണ്? ആത്മഹത്യയിലേക്ക് നമ്മൾ പോകാനായിട്ട് നമ്മൾ ഒരു ടെൻഡൻസി വരുന്നതൊക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോധ്യം നമുക്കില്ലാത്തതല്ലേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്പെടാവും. ദൈവമേ, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് മുന്നേറാൻ വേണ്ട ഒരു ദൈവ കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.